എൻ്റെ അഭിപ്രായത്തിൽ ശരിക്കും ഇന്ന് ഈ നഴ്സിംഗ് ശരിക്കും യഥാർത്ഥത്തിൽ ഞാൻ ഈ ഫീൽഡിൽ നിന്നുള്ള ആളല്ല എങ്കിൽ പോലും ഈ വാർത്തകളും കാര്യങ്ങളും വളരെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന ഒരാളെന്നുള്ളതിൽ എൻ്റെ ഒരു അഭിപ്രായം ഈ കേരളത്തിൽ ഇന്ത്യയിൽ മൊത്തത്തിൽ ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളുടെ യഥാർത്ഥ കാരണം മൂലകാരണം എന്ന് പറഞ്ഞാൽ ഈ രംഗത്തുള്ളവരുടെ യൂണിറ്റി ഇല്ലായ്മയാണ് എന്ന് ഞാൻ പറയും. യഥാർത്ഥത്തിൽ സ്വന്തം കാര്യം അല്ലെങ്കിൽ ഒരു ചെറിയൊരു തുരുത്ത് പോലെ സ്വന്തം കുറച്ച് പേര് മാത്രമായിട്ട് അവരുടെ ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം മുമ്പോട്ട് പോകുന്ന ഒരു രീതിയാണ് ശരിക്കും. ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന ഈ സമരത്തിൻ്റെ ഭാഗമായിട്ട് കുറേ നഴ്സിംഗ് വിദ്യാർത്ഥികൾ സമരം ചെയ്യുന്നു. അവരുടെ നേതാക്കളെ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് വിളിച്ചിട്ട് ആ നേതാക്കളുടെ മുട്ടുകാലിൻ്റെ ചിരട്ട തല്ലി തകർത്തിട്ട് നേതാവിനെ അടിച്ചൊടിക്കുന്നത് വളരെ പണ്ടുള്ള ഒരു സ്റ്റൈലായിരുന്നു. ശരിക്കും വെച്ചാൽ നാട്ടിൽ ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയോ ഒരു കർഷക തൊഴിലാളിയോ ഒരു തൊഴിലുടമ അവനെ തൊടില്ല. ഒരു നഴ്സിംഗ് വിദ്യാർത്ഥിയെ അല്ല, ഒരു നഴ്സിനെ അല്ല, അവരുടെ നേതാവിന്റെ മുട്ടുകാല് തല്ലി ഓടിച്ച ഒരു തൊഴിൽ ദാതാവിന് അവിടുത്തെ രാഷ്ട്രീയക്കാരൊരക്ഷരം അവർക്കെതിരെ പറയുന്നില്ല. അവർ പറയുന്നത് മുല്ലപ്പെരിയാറിനെ കുറിച്ചാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇത്രയും വലിയൊരു സമരം നടക്കുമ്പോൾ ആ വിഷയത്തിൽ നിന്ന് ആളുകളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് ഈ തൊഴിലുടമകളെ സഹായിക്കാൻ വേണ്ടി അവിടുത്തെ രാഷ്ട്രീയക്കാർ പോലും കുടപിടിക്കുന്നു എന്നുള്ള ഒരു സ്ഥിതിയിൽ പോലെയുള്ള നിസ്സംഗത കൈവെടിഞ്ഞ് ശക്തമായി പ്രതികരിക്കാൻ അവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് അവിടെയുള്ള നിയമങ്ങൾ കൊണ്ട് ചിലപ്പോൾ കഴിഞ്ഞില്ലായിരിക്കും. പക്ഷെ അവർക്ക് കൊടുക്കേണ്ട ഒരു വലിയൊരു സപ്പോർട്ട് കൊടുക്കാൻ ഈ പുറത്തുള്ള ഇവിടെയുള്ള നഴ്സിംഗ് സമൂഹം തയ്യാറാകണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അത് അവിടുത്തെ രാഷ്ട്രീയക്കാരെ ഉണർത്താൻ കഴിയണം, അവിടുത്തെ പത്രക്കാരെ ഉണർത്താൻ കഴിയണം. ഈ പത്രങ്ങളും അതുപോലെയുള്ള മാധ്യമങ്ങളെ എല്ലാം വൻ തരത്തിൽ സ്വാധീനിക്കാൻ കഴിയും തരത്തിലുള്ള. തീർച്ചയായിട്ടും നേരത്തെ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണൻ പറഞ്ഞതുപോലെ അവിടുത്തെ ഒരു നിയമം മാറാൻ വേണ്ടിയിട്ട് അമേരിക്കയിൽ നിന്നാണ് സ്പോൺസർ ചെയ്യുന്നതെന്ന് പറയുന്നത് അല്ലേ? പെൻസിൽവാനിയ നഴ്സിംഗ് അസോസിയേഷൻ മിസ്റ്റർ വിൻസെന്റ് ഇമ്മാനുവൽ രക്ഷാധികാരിയായിട്ട് അവിടെ ഒരു കമ്മിറ്റി രൂപീകരിക്കുക. അവർ ഏകദേശം എൻ്റെ ഒരു അറിവിൽ ഏകദേശം ഒരു $50,000 ഒരു 40-35 ലക്ഷം രൂപയോളം ഈ കേസുകൾക്ക് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട് സുപ്രീം കോടതി. പക്ഷേ ഇന്ത്യയിൽ ഉള്ള ആൾക്കാർക്കെന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഈ 35 ലക്ഷമോ 40 ലക്ഷമോ ഒക്കെ കോർഡിനേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ വിദേശത്തുള്ള നഴ്സിംഗിനുള്ള ആൾക്കാർ കോർഡിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇത് സാധിക്കുന്ന കാര്യമാണ്. അത് തീർച്ചയായിട്ടും അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്താനും ഇവരെ ബോധവൽക്കരിക്കാനും അതോടൊപ്പം ഇപ്പോൾ ഈ പറഞ്ഞ ഏറ്റവും വലിയ ഇതിപ്പോൾ പണ്ട് വിമൻസ് കോളേജുകളിൽ മാത്രമായിരുന്നു സമരം കുറവായിരുന്നു. ഇപ്പോൾ നഴ്സിംഗ് കോളേജുകളിൽ 50% ആൺകുട്ടികളുണ്ട്. അപ്പോൾ ഇത്തരം സമരങ്ങൾ ഇനി വളരെ കറക്റ്റായിട്ടുള്ള ഗൈഡൻസും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു മൂവ്മെന്റ് ആയി നഴ്സിംഗ് എന്നുള്ളത് ഒരു 5-10 വർഷത്തിനുള്ളിൽ വളരെ സോഷ്യൽ ഇതായിട്ടുള്ള മാറുകയും ചെയ്യും. ഇപ്പം ഞാൻ ഇതിൽ പെട്ടിട്ടുള്ള ആളല്ലെങ്കിൽ തന്നെ ഇതിനെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഈ ചർച്ചയിൽ ഒപ്പീനിയൻ എന്നുള്ള രീതിയിൽ നമുക്ക് ഇവിടെ കൂടിയിട്ടുള്ള മലയാളികൾ ഇതിനെതിരെ എങ്ങനെ നമുക്ക് ഒരു സേവനമായിട്ടോ സർവീസായിട്ടോ നമുക്കിവിടെ നിന്ന് ഒരു ഡിസിഷൻ എങ്ങനെ എടുക്കാൻ കഴിയും എന്നുള്ള രീതിയിൽ ചർച്ച പോയാൽ വളരെ സാമൂഹികമായി ഇന്ത്യൻ സാഹചര്യത്തിൽ വലിയ ഒരു അനുരണനങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ആർക്കെല്ലാം എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ വളരെ നല്ല കാര്യം. ആ രീതിയിലും കൂടി വരണമെന്നുള്ള ഒരു ഒപ്പീനിയനാണ് ഞാൻ തുടക്കം വയ്ക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഇവിടുന്ന് സപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തെ പറ്റി ഇപ്പൊ ചേട്ടൻ പറഞ്ഞു. പക്ഷെ നമുക്ക് ഇവിടുന്ന് സപ്പോർട്ട് ചെയ്യാം എല്ലാ കാര്യത്തിലും. മീഡിയ അവയർനെസ് ചെയ്യാം, ആൾക്കാർ പൈസയുടെ കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യാം, നമുക്ക് ചെയ്യാം. പക്ഷെ നാട്ടിലെ സ്ഥിതി നമുക്ക് അറിയത്തില്ല എങ്ങനെയാന്ന്. സൂചിപ്പിച്ചതുപോലെ അവിടെ ഒരു കോർഡിനേഷൻ ഇല്ലെന്നുള്ളതാണ് പറഞ്ഞു. അതാ ഞാനും പറയുന്നത്, അവിടെ കോർഡിനേഷൻ ഇല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഇരുന്ന് കോർഡിനേറ്റ് ചെയ്തിട്ട് കാര്യമില്ല. തീർച്ചയായിട്ടും അവരും നമ്മളെ പോലെ. എങ്ങനെയാണ് ഒരു ചോദ്യം ചോദിക്കട്ടെ, ഈ നഴ്സുമാർക്ക് ഒരു സംഘടനയുണ്ടോ ഇവിടെ? UK-ലുണ്ടോ? ഉണ്ട്. UK-ലുണ്ട്. ഇങ്ങനെയുള്ള സംഘടനകൾ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ ഇല്ലാത്തതിന്റെ കുറവായിരിക്കും ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. നമുക്ക് നഴ്സിംഗ് അസോസിയേഷൻ ഉണ്ട് കേരളത്തില്. എന്തുകൊണ്ട് ഈ വക ചെറിയ ചെറിയ കാര്യങ്ങൾ ആരും കാണാതെ പോകുന്നു എന്നുള്ളതാണ്. എനിക്ക് ഉദാഹരണം പറയാനുണ്ട്. ഞാനിവിടെ നഴ്സിംഗ് ഹോമിൽ ഫസ്റ്റ് ചേർന്ന സമയത്ത് എൻ്റെ കൂട്ടത്തിലുള്ളൊരു എൻ്റെ കൊളീഗിൻ്റെ ജോലി പോയൊരവസ്ഥയിൽ വന്നതായിരുന്നു. അപ്പോൾ പുള്ളിക്കാരി RCNൽ മെമ്പറായിരുന്നു. അതുകൊണ്ട് RCNകാർ അതിനു വേണ്ടിയിട്ട് 3 പ്രാവശ്യം നഴ്സിംഗ് ഹോമിൽ വന്ന് മാനേജറുമായിട്ട് സംസാരിച്ച് ആ ജോലി തിരിച്ച് കൊടുത്ത് പുള്ളിക്കാരി തന്നെ അവിടെ നിന്ന് പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ ചെയ്തു. എന്നാൽ പോലും ആ ജോലി കളയാതെ ആ സംഘടന അതിനു വേണ്ടിയിട്ട് നന്നായിട്ട് വർക്ക് ചെയ്ത് ആ പെങ്കൊച്ചിൻ്റെ ഭാവി രക്ഷിക്കുകയാണ് ചെയ്തത്. അപ്പോൾ നാട്ടിൽ നമുക്ക് അങ്ങനെ ഒരു നല്ല യൂണിയൻ ഉണ്ടെങ്കിൽ, നേഴ്സുമാർക്ക് ഒരു യൂണിയൻ വേണം. ഇപ്പം സമരം നടക്കുന്നുണ്ട്, പക്ഷേ അത് എവിടെ പോവും അല്ലെങ്കിൽ എവിടെ തീരും എന്നറിയുന്നില്ല. നാട്ടിൽ പൊളിറ്റിക്സ് അങ്ങനെ നടക്കുന്നു, പൈസ കൊടുത്ത് എന്ത് കാര്യങ്ങളും നടക്കും. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ തെറ്റില്ലയോ, നമുക്ക് വേണ്ടി അവർ വർക്ക് ചെയ്യാൻ റെഡിയാണ്, നമുക്ക് വേണ്ടി ഫുൾ സപ്പോർട്ട്. അപ്പം നമുക്ക്
അതുകൊണ്ട് നമുക്ക് ചലഞ്ച് ചെയ്യാം. നമുക്ക് നമ്മുടെ കയ്യിൽ തെറ്റില്ലയോ, നമുക്ക് ചലഞ്ച് ചെയ്യാം ധൈര്യമായിട്ട്. നമ്മുടെ കയ്യിൽ എവിഡൻസ് ഉണ്ടോ, ധൈര്യമായിട്ട് ചലഞ്ച് ചെയ്തു. നാട്ടിൽ ഇതൊന്നും നടക്കത്തില്ല. നാട്ടിൽ നമ്മൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മിണ്ടാതെ പോകണം. പോകുന്നില്ലെങ്കിൽ നാളെ ജോലി വേണം, വേണ്ട. നാട്ടിൽ ജോലിയെക്കുറിച്ചൊന്നും ഒരുപക്ഷെ ഇദ്ദേഹം പറഞ്ഞ പോലെ പേടിയായിരിക്കുമോ, നേതാവിന്റെ മുട്ടടിച്ചു കൊടുക്കുന്ന സ്ഥലമാണ്. അത് തന്നെയാണ് കാരണം. അവിടെയുള്ള മിക്കവാറും ഹോസ്പിറ്റൽ അങ്ങനെയുള്ളവരെല്ലാം ഇഷ്ടംപോലെ പൈസയും കാര്യങ്ങളും ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടംപോലെ എംപ്ലോയീസിനെ കിട്ടാനുണ്ട്. അവരതിനെക്കുറിച്ച് ബോധർ ചെയ്യുന്നില്ല. അവിടെ നടക്കുന്നത് ഈ വേജസിന്റെ കാര്യങ്ങളൊക്കെയാണല്ലോ. ഏറ്റവും മിനിമം വേജസ് എന്ന് പറയുന്നത് ഇല്ല എന്ന് തുടങ്ങിയ പ്രശ്നങ്ങളാണല്ലോ അവിടെ പ്രധാനമായിട്ട് നടന്നു വരുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വിദേശത്ത് വരാൻ വേണ്ടി വരുന്നു. ഇവിടെ ഈ കൊണ്ടുവരുന്ന കൂട്ടത്തിൽ തന്നെ നഴ്സുമാർ പറ്റിക്കപ്പെടുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥയും കേൾക്കാറുണ്ടല്ലോ. നടക്കുന്നുണ്ട്. എൻ്റെ പെങ്ങൾക്ക് ആ സംഭവം 10 ലക്ഷം രൂപ കൊടുത്താണ് എൻ്റെ പെങ്ങൾ വന്ന് ആദ്യത്തെ ഒരു വർഷം പ്രോബ്ലം ഇല്ലാതെ പോയി. ഈ കൊണ്ടുവന്ന പുള്ളിക്ക് 3 നേഴ്സിംഗ് ഹോം സ്വന്തമായിട്ടുണ്ടായിരുന്നു. ഇവിടെ സ്വയാൻസി എന്ന് പറഞ്ഞ സ്ഥലത്ത് 3 നേഴ്സിംഗ് ഹോം ഉണ്ടായിരുന്നു. ഈ 3 നേഴ്സിംഗ് ഹോമിൽ പുള്ളിക്ക് ബാങ്കിൽ ഒത്തിരി കടങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നുള്ള കാര്യം ഞങ്ങൾ അറിയുന്നില്ല. ഇതെല്ലാം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞപ്പം ഒരു ദിവസം രാവിലെ ബാങ്കുകാർ വന്നിട്ട് പറഞ്ഞു, ബാങ്കുകാർ ഈ നേഴ്സിംഗ് ഹോം എല്ലാം ഏറ്റെടുക്കുമെന്ന് പറഞ്ഞു. അന്നേരമാണ് സംഭവം എല്ലാം പുറത്തു വരും. ഇത് പുറത്തു വന്നതോടുകൂടി പുള്ളി നാട്ടിലേക്ക് മുങ്ങി കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വേറെ പല ഏജൻസിനെയൊക്കെ കണ്ട് വീണ്ടും അതിന് വേണ്ടിയിട്ട് 2 ലക്ഷം രൂപ കൊടുത്താണ് ഞങ്ങൾ പുതിയൊരു വർക്ക് പെർമിറ്റ്. കാരണം ഈ 10 ലക്ഷം രൂപ കൊടുത്ത് വന്നിട്ട് ഈ തിരിച്ച് ഒരു വർഷത്തിന് നാട്ടിലേക്ക് പോകാന്ന് പറഞ്ഞാൽ അതിന്റെ പലിശ പോലും കിട്ടിയിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യും? അപ്പം വേറെ ഒരു വഴിയില്ല അവർക്ക്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരുപാട് നഴ്സുമാർ പെടുന്നുണ്ട് അല്ലേ? ഒത്തിരി പേര്. ആ കൂട്ടത്തിൽ 36 പിള്ളേരുണ്ടായിരുന്നു. ഇത്രയും 36 പിള്ളേരെ വർക്ക് പെർമിറ്റ് മൊത്തം ക്യാൻസൽ ആയി പോവുക. കാരണം ആ സ്പോൺസറിന്റെ ക്യാൻസൽ കൂടി ഓട്ടോമാറ്റിക് ആയിട്ട് അവരുടെ വിസയും ക്യാൻസൽ ആയി പോകും. അല്ല, ഈ കാര്യങ്ങളിൽ നമുക്ക് നാട്ടിൽ നിന്നേ ഒരു എൻക്വയറി ചെയ്തിട്ട് വരാനുള്ള സാധ്യതയില്ല. ഒരുപാട് തട്ടിപ്പ് ഈ നഴ്സുമാരെ ബേസ് ചെയ്ത് നടക്കുന്നുണ്ട്. ഇപ്പൊ നമ്മളുടെ അടുത്ത് തന്നെ ഇപ്പൊ ഒരു 2 മാസത്തിനുള്ളിൽ ഒരു 40ഓളം പേര് 5000 രൂപ വെച്ചിട്ട് ഭവൻ ഷാ എന്ന് പറയുന്ന ഒരാള് തട്ടിച്ചിട്ട് 40 പേര് മലയാളികളുടെ പൈസ പോയിട്ടുണ്ട്. 5000 രൂപ. അയാള് ബാങ്ക് ഫ്രോഡ് ഡോക്യുമെന്റ് ഇവരുടെ പേരിൽ വെച്ചിട്ട് ഇവരൊക്കെ ഇപ്പൊ UKBAയുടെ പ്രോസിക്യൂഷൻ നേരിട്ടുകൊണ്ടിരിക്കുക നാട്ടിലേക്ക്. കാരണം കള്ള ഡോക്യുമെന്റ് അയാളെ വെച്ചത്, ഇവര് റെസ്പോൺസിബിൾ അല്ല. പക്ഷെ അവരെ ബാൻ ചെയ്തു 10 വർഷത്തേക്ക് ഈ 40 പേരെയും. അയാൾ 5000 രൂപയും. അങ്ങനെ ഒരുപാട് ചീറ്റിംഗ് നടക്കുന്നുണ്ട്. ഇവര് എല്ലാവരും കൂടി ഒരു അസോസിയേഷൻ ഉണ്ടാക്കുകയും കേരളത്തിൽ എവിടെയെങ്കിലും അതിനൊരു ആസ്ഥാനം ഉണ്ടാക്കിയിട്ട് ഒരു കറക്റ്റ് ഗൈഡൻസ് ഇപ്പൊ UK-യിലൊക്കെ ആയാലും ഇപ്പൊ നോർക്ക പോലുള്ള സംഗതികളുണ്ട്. ഗവൺമെന്റിനൊരു ആപ്ലിക്കേഷൻ വെച്ചിട്ട് നഴ്സുമാരുടെ തന്നെ ഒരു സംഘടന ഓവർസീസ് അവിടെ ഉണ്ടാക്കിയിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഗൈഡൻസ് കൊടുക്കുകയും ഇവരെല്ലാവരും സപ്പോർട്ട് ചെയ്താൽ തീരാവുന്ന ഇതുള്ളൂ. ആരും ചതിപ്പെടില്ല. ഇതിപ്പോ ഈ ചതിപ്പെടുന്നു. ഇപ്പൊ ഇവിടെ UK-യിൽ ഇത്രയും ആൾക്കാർ ചതിയിൽ പറയുന്നത് ചതിക്കപ്പെടാനായിട്ട് ഒരുപാട് ആൾക്കാർ ക്യൂ നിൽക്കുന്ന പോലെയാണല്ലോ നമുക്ക് തോന്നാറുള്ളത്. ഒരാൾ പറയാണ് ഞാൻ വർക്ക് പെർമിറ്റ് ഉണ്ടാക്കി തരാം, 5000 പൗണ്ടാണ്, ഒരു 2000 ഇപ്പൊ തന്നാൽ മതി എന്ന് പറഞ്ഞാൽ എടുക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഒരു ATM കൗണ്ടർ പറഞ്ഞാൽ പോലും അവർ കൊണ്ടിടും. ഒരു പോസ്റ്റ് കൊണ്ട് പറഞ്ഞാൽ പോലും പൈസ കൊണ്ട് കൊടുക്കും. ഏത് ബാങ്ക് ഒരു അക്കൗണ്ട് കൊടുത്തിട്ട് പറയണം ആ അക്കൗണ്ടിലേക്ക് ഇട്ടേക്കും, ഞാനൊരു വിസ ഒപ്പിച്ച് തരാന്ന് പറഞ്ഞാൽ 2000 വെച്ചുകൊണ്ട് 60,000 70,000 കൊണ്ട് മുങ്ങുന്ന എത്രയോ ആൾക്കാർ. 40 പേരുടെയും അയാൾ എങ്ങനെ ചീറ്റ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അഡ്രസ്സും ഇല്ല. അല്ല, അങ്ങനെ പറയുകയാണെങ്കിൽ എന്നെ പറ്റിച്ചോളൂ എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരുപാട് ആൾക്കാർ നിങ്ങളുടെ കൂട്ടത്തിലും ഇല്ലേ? നമ്മുടെ നാട്ടിൽ ഇപ്പം ബോണ്ടഡ് ലേബറിന്റെ റൂൾ ഇല്ലെന്ന് പറയുന്നു. ഈ സർട്ടിഫിക്കറ്റ്സും നമ്മുടെ പാസ്പോർട്ടും അങ്ങനത്തെ ഡീറ്റെയിൽസ്, അങ്ങനത്തെ നമ്മുടെ പേഴ്സണൽ ഐഡന്റിഫിക്കേഷൻ ഡീറ്റെയിൽസ് മേടിച്ചു വെക്കാനുള്ള റൂൾ ഉണ്ട്. അത് ഇവിടെ ഇല്ല. നോ വൺ ക്യാൻ ഓത്തറൈസ് യു ഓർ നോ വൺ ക്യാൻ ആസ്ക് യു എ പാസ്പോർട്ട് ഡീറ്റെയിൽ ഫ്രം. പക്ഷേ മിഡിൽ ഈസ്റ്റിലൊക്കെ ഉണ്ട്. അതുണ്ട്. ഞാൻ പറയാം, ഇവിടുത്തെ ഇല്ല. നമ്മുടെ നാട്ടിൽ ആ ഒരു റൂൾ ഉണ്ടോ എന്നാണ് ഞാൻ അറിയുന്നത്. ഒത്തിരി സ്ഥലങ്ങളിൽ നമ്മൾ നമ്മുടെ അധികാരം ഉണ്ടോ എന്ന് ഐ തിങ്ക് മോസ്റ്റ് ഓഫ് ദ നഴ്സസ് ഡോണ്ട് നോ എനിത്തിങ് അബൌട്ട്. അങ്ങനെ ഒരു റൂൾ ഇല്ലെന്ന് നമുക്ക് അറിയുവാണെങ്കിൽ ഐ തിങ്ക് നഴ്സസ് വിൽ കം ഫോർവേഡ്. എന്റെ എന്തിനാ ചോദിക്കുന്നതെന്നും ഞാൻ തരത്തില്ല എന്ന് പറയാനുള്ള അധികാരമുണ്ട്. ഇന്ത്യൻ പാസ്പോർട്ട് ആക്ട് പ്രകാരം ഇന്ത്യൻ പാസ്പോർട്ട് ഇസ് എന്താ പറയാ, അയാളുടെ ഒരു സ്വത്താണ്. അത് വേറൊരാൾക്കും അയാളുടെ കൺസെന്റ് ഇല്ലാതെ സൂക്ഷിച്ചു വെക്കാനുള്ള അധികാരമില്ല. അത് അയാളുടെ മൂവ്മെന്റിനെ തടസ്സപ്പെടുത്തുന്ന ഒരു സംഗതിയാണ്. അത് നഴ്സിനായാലും കോളേജായാലും ആർക്കും അതിനുള്ള അധികാരമില്ല. ഇന്ത്യൻ പാസ്പോർട്ട് അതൊരു തെഫ്റ്റാണ്. വേണമെങ്കിൽ ഈ കുട്ടിക്ക് ആ കോളേജിനെതിരെ കേസ് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ അത് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് അത് അങ്ങനെ ചെയ്യാൻ പാടില്ല, സർട്ടിഫിക്കറ്റ്സ് തിരിച്ചു കൊടുക്കണം. അപ്പൊ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞ് കുറെ ഹോസ്പിറ്റൽസ് തടഞ്ഞു വെച്ചു. അത് ഞങ്ങൾക്ക് നഴ്സിംഗ് കൗൺസിലിലേക്ക് വിടണം, ഇത് ഒറിജിനൽ ആണോ എന്ന് ഞങ്ങൾക്ക് സംശയം ഉണ്ടെന്ന് പറഞ്ഞ് ഇവരെ പിടിപ്പിച്ചു. സോ അത് പൊട്ടിത്തെറിച്ചിട്ടാണ് വലിയ മൂവ്മെന്റ് ആയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു നിയമം ഇന്ത്യയിൽ നിലവില്ല. ആരുടെ പാസ്പോർട്ടും സർട്ടിഫിക്കറ്റുകളും ആർക്കും തടഞ്ഞു വെക്കാനുള്ള അധികാരമില്ല. ഈവൻ യൂണിവേഴ്സിറ്റി പോലും നമ്മുടെ കോഴ്സ് കംപ്ലീറ്റഡ് ആയി നമ്മൾ ഫീ അടച്ചു കഴിഞ്ഞാൽ വിത്തിൻ ഇത്ര ഡേയ്സിനുള്ളിൽ സർട്ടിഫിക്കറ്റ് തന്നില്ലെങ്കിൽ അവർക്ക് സൂക്ഷിക്കാനുള്ള അധികാരമില്ല നമ്മളെ പഠിപ്പിച്ച ആളുകൾക്ക്.
ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ എല്ലാവരും ഇങ്ങോട്ട് പോരണമെന്ന് വിചാരിക്കുന്നത് തന്നെ ഇങ്ങനെ എല്ലാവരും അവിടെ നിന്നാൽ സാലറി കുറവ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു വെക്കുന്നു അങ്ങനെയുള്ള ഉപദ്രവങ്ങളൊക്കെ അറ്റ്ലീസ്റ്റ് കേരളത്തിൽ നിന്നെങ്കിലും നോർത്തിലേക്കെങ്കിലും പോകാം എന്ന് വിചാരിക്കും ആദ്യം. അപ്പം നോർത്തിൽ ചെന്ന് കഴിയുമ്പോൾ കുറച്ചുകൂടെ പൈസ കൂടുതൽ കിട്ടും. അത് കഴിഞ്ഞ് വീണ്ടും വിചാരിക്കും കുറച്ചുകൂടെ കിട്ടുമല്ലോ, എവിടെയെങ്കിലും പുറത്ത് എവിടെയെങ്കിലും പോകാം. അങ്ങനെ വിചാരിച്ച് ഓരോരുത്തരും മാറി ഇങ്ങനെ പോരാൻ ശ്രമിക്കുമ്പോൾ ആരെങ്കിലും ഓഫർ ചെയ്യുകയാണ്, കുറച്ച് പൈസ തന്നാൽ മതി, ഓക്കെ നിങ്ങളെ ഞാൻ കൊണ്ടുപോകാം എന്ന് പറയുമ്പോൾ തീർച്ചയായും എല്ലാവരും അങ്ങനെ ഈ പൈസയുടെ പുറകെ ഓടുന്നതിന് മുമ്പേ ഒന്ന് ചിന്തിക്കണം നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്. അങ്ങനെയുള്ള ഒരു ഇതും കൂടിയുണ്ട്. കാരണം നാട്ടിൽ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ സ്റ്റുഡൻസ് നഴ്സിംഗ് പഠിക്കുന്നവർ ഒത്തിരി കൂടുതലുണ്ടെന്ന് പറഞ്ഞു. നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് കൂടുന്നുണ്ടോ? ഇല്ല, കൂടുന്നില്ല. നഴ്സസ് കൂടിക്കൊണ്ടേയിരിക്കുക. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നവർക്ക് നല്ല സാലറിയാണ്. അവരെ വെച്ച് നോക്കുമ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചെയ്യുന്നവർക്ക് കിട്ടുന്നത് വളരെ കുറവാണ്. അപ്പോൾ അവർ വിചാരിക്കും. അതുപോലെ തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഇപ്പം നഴ്സിംഗ് പഠിക്കാനുള്ള സൗകര്യങ്ങൾ അത് കൂട്ടിക്കൊടുത്തിട്ടുണ്ട്, അത് നമ്പേഴ്സ് കൂടിയിട്ടുണ്ട്. എന്നാൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഒന്നും കൂടിയൊന്നുമില്ല. അവിടെ പഠിക്കുന്ന പിള്ളേർക്ക് മാത്രം കൊടുക്കാനുള്ള വേക്കൻസി ഉള്ളവർക്ക്. അല്ല, യഥാർത്ഥത്തിൽ പ്രൈവറ്റ് ഹോസ്പിറ്റൽ കൂടട്ടെ എന്ന് വിചാരിച്ച് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കുന്നതാണോ? ആയിരിക്കും. കാരണം അവർക്ക് ഈ പറഞ്ഞ പോലെ സർക്കാരിന് കൂടുതൽ പൈസ കിട്ടാൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നഴ്സിംഗ് സ്കൂൾ തുടങ്ങിയാൽ അവർക്കൊരു നല്ല എമൗണ്ട് കിട്ടും. പ്രത്യേകിച്ച് ചിലവൊന്നും വരുന്നുമില്ല. ഈ നഴ്സുമാർ വരുന്നവർക്ക് സാലറി കൊടുക്കണ്ട. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഈ പഠിച്ചു കഴിയുന്ന പിള്ളേർ പിന്നെ എന്ത് ചെയ്യും? നാട്ടിൽ നിന്ന് പൈസ കിട്ടുന്നില്ല, പുറത്തേക്ക് ചൂഷണം ചെയ്യണമെന്നുള്ള ആൾക്കാർ ഇങ്ങനെയുള്ള ആൾക്കാരെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടാവണം. തീർച്ചയായും. നാട്ടിൽ ശരിക്കും പറഞ്ഞാൽ എല്ലാ നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, എനിക്ക് തന്നെ നാട്ടിൽ മാത്രമല്ല ഇന്ത്യയിൽ പൊതുവെ എല്ലാ നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഒരു കരിക്കുലം ആയിരിക്കും അവർ യൂസ് ചെയ്യുന്നത്. പക്ഷെ എനിക്ക് തന്നെ കുറെ BSc നഴ്സസ് അതെ, ജനറൽ നഴ്സസും അതെ, കുറേയും കൂടെ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് പഠിച്ചിറങ്ങി വരുന്ന പിള്ളേർ മിക്കവാറും വേണമെങ്കിൽ ഹോസ്പിറ്റലിൽ കണ്ടിട്ട് പോലും കാണത്തില്ല. അവർ ആ 4 വർഷം പഠിച്ച് ഇറങ്ങിയ ഒരു സർട്ടിഫിക്കറ്റ് ആയിട്ട് ഇറങ്ങിയ വരുന്നേ. പക്ഷെ ഒരു പേഷ്യന്റ് ആയിട്ടുള്ളൊരു ടച്ച് പോലും അല്ലെങ്കിൽ അവർക്കൊരു ആ ഒരു പേഷ്യന്റ് ആയിട്ട് ഒരു കോൺടാക്ട് പോലും മെഡിക്കേഷൻസിന്റെ പേരോ മെഡിക്കേഷൻ കൊടുത്തിട്ടുണ്ടോ ഇല്ല. അവര് മീൻസ് അവർ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ കേട്ടു, അവരുടെ അഡ്വർടൈസ്മെന്റിൽ നല്ലതായിട്ടുണ്ട് പോകുന്നു, ആ പിള്ളേരെ ശരിക്കും ഒരു ക്ലാസ്സിലൊരു എഡ്യൂക്കേഷൻ എടുക്കുന്നു. പക്ഷെ നഴ്സിംഗ് ശരിക്കും പറഞ്ഞ ഒരു ക്ലാസ്സിലെ എഡ്യൂക്കേഷൻസ് നമുക്ക് തിയറിറ്റിക്കലി ഉണ്ടെങ്കിൽ അതുപോലെ പ്രാക്ടിക്കലും കൂടെ ഉണ്ടെങ്കിൽ നമുക്കത് ശരിക്കും നമുക്കൊരു കോൺഫിഡന്റ് ആവാൻ ഒക്കത്തുള്ളൂ നമ്മുടെ പ്രൊഫഷനിൽ. ഇങ്ങനെ ഇറങ്ങി വരുന്ന പിള്ളേർക്ക് ശരിക്കും പറഞ്ഞാൽ ആദ്യം എവിടെയെങ്കിലും ഒരു എക്സ്പീരിയൻസിന് കയറിയാൽ മതി. അന്നേരം ഒരു പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്കായിരിക്കും അവർ ശരിക്കും നഴ്സിംഗ് എന്നാന്ന് ശരിക്കും ആദ്യമായിട്ട് പഠിക്കുന്നത്. സർട്ടിഫിക്കറ്റ് ആണ്, എല്ലാം സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്. പക്ഷെ അവർക്ക് ശരിക്കും പറഞ്ഞാൽ എന്നാ ചെയ്യേണ്ടുന്ന ഒരു പ്രാക്ടിക്കൽ നോളേജ് കാണത്തില്ല. അതാണ് എനിക്ക് തോന്നുന്നത് കൂടുതലും അങ്ങനെ ഇറങ്ങുന്ന നഴ്സസിന് ഫസ്റ്റ് ഏതെങ്കിലും ഒരു സാലറിയിൽ എവിടെയെങ്കിലും കയറി ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കാന്നുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഒരു ചെറിയ ഒരു സാലറി രണ്ട് സൈഡ് ഉണ്ടെന്നാണ് ഈ പറഞ്ഞു വരുന്നത്. പ്രാക്ടീസിന് വേണ്ടി 1500 അവർക്കൊരു ഇത് വേണം. അവർ നഴ്സാന്ന് പറയുന്നു, പക്ഷെ അവർക്ക് അറിയത്തില്ല നഴ്സിംഗ് എന്നാന്ന് അവർക്ക് അറിയത്തില്ല. അപ്പൊ അതിന്റെ ഒരു എക്സ്പീരിയൻസിന് വേണ്ടി എവിടെ വേണമെങ്കിലും കുറച്ചു കാലം ചെയ്താൽ നമുക്കൊരു എക്സ്പീരിയൻസ് വരുമെന്ന് അറിയാം. ഞാൻ വർക്ക് ചെയ്യപ്പോൾ ഒത്തിരി ജൂനിയർ പിള്ളേർ വന്നിട്ടുണ്ട് ഇറങ്ങി, പക്ഷെ അവർക്ക് അറിയത്തില്ല എന്നാ ചെയ്യേണ്ടതെന്ന് അവർക്ക് അറിയത്തില്ല. ഞാൻ ഇവിടെ സെക്കൻഡ് ഇയർ നഴ്സിംഗ് സ്റ്റുഡൻ്റ് ആണ്. അത് ഇവിടെ വന്നതിന് ശേഷം എടുത്ത തീരുമാനമാണ്. കാരണം നാട്ടിലായിരുന്നെങ്കിൽ ശരിക്കും ഞാൻ ഈ ഒരു പണിക്ക് പോയില്ല. കാരണം എൻ്റെ കൺസെപ്റ്റ്, ഞാൻ നാട്ടിൽ നമ്മൾ കാണുന്ന ഹോസ്പിറ്റലിലെയും നഴ്സുമാരെ കാണുന്ന ഡോക്ടർമാർക്ക് വേണ്ടി ഇങ്ങനെ സഹായം ചെയ്ത് നടക്കാൻ ആ ഒരു അതിനുവേണ്ടി പക്ഷേ സൂചി എടുക്കുക അങ്ങനെ ഒരു പരിപാടിയാണ്. കാരണം ആ ഒരു ഡിഗ്നിറ്റിയാണ് നാട്ടില് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇവിടെ എൻ്റെ വൈഫ് നേഴ്സാണ്. പുള്ളിക്കാരിക്ക് കരിയറിലുണ്ടായിട്ടുള്ള ചേഞ്ച്, ഇവിടുത്തെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പഠനം അവിടെയും ഇവിടെയും കറക്റ്റാണ്. നേഴ്സിംഗ് നമ്മൾ പാസ്സാകുന്ന അതുവരെ രണ്ടിടത്തും നമുക്ക് ഒന്നും. പക്ഷെ നേഴ്സിംഗ് പാസ്സായി കഴിഞ്ഞാൽ ഒരു നേഴ്സ് എന്നുള്ള രീതിയിൽ, ഒരു പ്രൊഫഷൻ എന്ന രീതിയിൽ നേഴ്സിന് എന്ത് പ്രോഗ്രസ് ഉണ്ടാകുന്നു അല്ലെങ്കിൽ നമുക്ക് തന്നെ തോന്നുന്നു എന്നുള്ളതാണ് അല്ലേ ഇവിടെ. കാരണം ഇവിടെ കാര്യങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇപ്പം നേഴ്സായി കഴിഞ്ഞാൽ ഈവൻ ഒരു നേഴ്സിംഗ് പ്രാക്ടീഷണറായിട്ട് ലൈസൻസ് എടുത്ത് നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന ക്ലിനിക്കിൽ ചെയ്യുന്ന ഡോക്ടറുടെ ജോലി ചെയ്യാനുള്ള ലൈസൻസ് പോലും ഇവിടെ നേഴ്സിന് ചെയ്യാം. അതിനുള്ള സാഹചര്യമുണ്ട്. ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്ക് പഠിച്ചു വരുന്ന അവർക്ക് CPD എന്ന് പറഞ്ഞ കണ്ടിന്യൂസ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ് ആ രീതിയിൽ ട്രെയിനിങ് കൊടുത്തിട്ട് റിസർച്ച് ചെയ്ത് അവർ സ്റ്റഡി
ചെയ്യുന്നുണ്ട്. നാട്ടിലാണെന്നുണ്ടെങ്കിൽ കുറേ കോഴ്സുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. കുറേ കോഴ്സുകൾ ഇപ്പം നോക്കും ഏത് കോഴ്സാണ് നേഴ്സ്, അപ്പം കുറേ കോളേജുകൾ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഈ കോളേജുകൾ ഓപ്പൺ ചെയ്യുന്നതല്ലാതെ ഇത് കഴിഞ്ഞ് ഈ പ്രൊഫഷനിൽ എന്ത് പ്രോഗ്രസ് വേണം, അല്ലെ ഇതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യുമോ, അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുമോ, ഈ നേഴ്സിന് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള പഠനം നടക്കുന്നില്ല അവിടെ. അല്ല, ഇവിടെ നഴ്സിംഗിന് 2ാം വർഷം പഠിക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ 2ാം വർഷം ഇവിടെ നഴ്സിംഗ് പഠിക്കുന്നത് വിത്ത് പ്രാക്ടിക്കലോട് കൂടിയാണോ പഠിക്കുന്നത്? നേരത്തെ ഇവിടെ പ്രാക്ടിക്കലോട് കൂടി തന്നെയാണ് ഇവിടെ പഠിക്കുന്നത്. നേരത്തെ തിയറി മാത്രമല്ല. അല്ലല്ല, തിയറി മാത്രമല്ല. പക്ഷെ നാട്ടിൽ പഠിക്കുന്ന അത്രയും പ്രാക്ടിക്കൽ ഇവിടെ ഇല്ല എന്നുള്ളത് ഒരു സത്യമാണ്. ഇവിടെ 20 വീക്സ് ആണ്. ഞാൻ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും 20 വീക്സ് ആണ് ഞങ്ങൾക്ക് പ്രാക്ടിക്കൽ ഇവിടെ ഉള്ളത്. ഹോസ്പിറ്റലിൽ തന്നെ പല ഡിപ്പാർട്ട്മെന്റിൽ. ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ പല സ്പെഷ്യലിസ്റ്റ് ഈ നഴ്സിൽ തന്നെ സ്പെഷ്യലിസ്റ്റായിട്ട് വർക്ക് ചെയ്യാനും, അപ്പോൾ അതായത് ഇപ്പം AND വർക്ക് ചെയ്യുന്നവർക്ക് EMP ആയിട്ട് അങ്ങനെ പ്രൊഫഷണൽ വരുന്ന ഒരു ഡെവലപ്മെന്റ് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ. എല്ലാം സിസ്റ്റമാറ്റിക് ആണ്. അതുകൊണ്ടാണ് എനിക്ക് ഇവിടെ വന്നപ്പം നഴ്സിംഗ് പഠിക്കണം, നഴ്സിംഗ് എന്തോ ഒരു പ്രൗഡായിട്ടുള്ള ഒരു സംഗതിയാണ്. ബട്ട് നാട്ടിലെ നമ്മൾ നിന്നപ്പോഴുള്ള ഒരു കൺസെപ്റ്റ് അല്ല ഇവിടെ തോന്നിയിട്ടില്ല, തോന്നാൻ സാധ്യതയില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ. കാരണം അങ്ങനെ ഒരു എന്തുകൊണ്ട് പൊളിറ്റീഷ്യൻസ് ആയാലും എന്തുകൊണ്ട് ഈ ഡിപ്പാർട്ട്മെന്റ് ആയാലും നാട്ടിൽ ഇങ്ങനെ ഇതിനെക്കുറിച്ച് ഏതൊരു കാര്യം നാട്ടിൽ റിസർച്ചിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ നാട്ടിൽ ടാക്സ് പ്രാക്ടീഷനായിട്ട് വർക്ക് ചെയ്തതാണ്. അവിടെ ടാക്സേഷന് റിസർച്ച് സെന്റർ ഉണ്ട്. അവിടെ അതിനെക്കുറിച്ച് അന്ന് വാറ്റ് കമ്മിറ്റിയിലൊക്കെ ഞാൻ ഉണ്ടായിരുന്നു. അപ്പം ഗവൺമെന്റിന് കാശ് കിട്ടും എന്നുള്ള മേഖലകളിൽ ഗവൺമെന്റ് നാട്ടിൽ പലതും ചെയ്യുന്നുണ്ട്. ഈ നേഴ്സസിനെ കൊണ്ട് ഗവൺമെന്റിന് അത്രയും ഇപ്പോഴത്തെ ഈ മൊമെന്റം കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കാം, അല്ലേ? ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പ്രൊഫഷണൽ ഡെവലപ്മെന്റിന് ഇവിടെ മാത്രമേ നടക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ഡിസ്ക്രിമിനേഷനിൽ നാട്ടിൽ നമ്പർ 1 ആയിട്ടാണ് നിൽക്കുന്നത്. നാട്ടിൽ ഞാൻ പഠിച്ചിറങ്ങിയ സമയത്ത് കേരളം മുഴുവൻ അലഞ്ഞു നടന്ന ഒരു ജോലിക്കായിട്ട് മെയിൽ നേഴ്സിനെ അന്ന് വേണ്ട. അങ്ങനെയാണ് കേരളത്തിന് പുറത്തു പോയി പണിയെടുത്ത് തുടങ്ങിയത്. ഞാൻ ഹിമാചൽ വരെ പോയി. അല്ല, ഇപ്പോഴും മെയിൽ നേഴ്സിന് അവിടെ ഇപ്പോൾ ഇല്ല. എന്നെ വേണ്ടെന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ പിന്നെ ഞാൻ ചെന്നപ്പോൾ അവിടെ അന്നേരം മെയിൽ നേഴ്സുമാരെ ഞാൻ കണ്ടു. ചെന്ന് എല്ലാവരോടും പറഞ്ഞു ഞാനൊരു മെയിൽ നേഴ്സാണെന്ന് പറഞ്ഞപ്പോൾ മെയിൽ നേഴ്സുമാർക്ക് എല്ലാവർക്കും ഒരു യൂണിറ്റി ഉണ്ടായിരുന്നു. എല്ലാവരും ഹലോ പറഞ്ഞു. ഇദ്ദേഹം കുറച്ചുകൂടെ പറഞ്ഞിട്ടുണ്ടായി ഒരു യൂണിറ്റി ഇല്ല, കമ്മ്യൂണിക്കേഷൻ ആർക്കും ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ ഒരു നല്ല യൂണിറ്റി ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ യഥാർത്ഥത്തിൽ മെയിൽ നേഴ്സുമാർ വന്നതായിരിക്കും ഈ പ്രശ്നങ്ങൾ ഒന്നുകൂടി രൂക്ഷമാകാൻ പറയുന്നത്. അതാണ് നാട്ടിലെ കൺസെപ്റ്റ്. ഇപ്പോ ഈ ഒരു ശബ്ദം ഉണ്ടായിരിക്കുന്നത് ഈ ഒരു 50% മേളിൽ മെയിൽ നേഴ്സ് വന്നതിന് ശേഷമാണ്. അല്ലായിരുന്നെങ്കിൽ ഇപ്പോഴും ഒരു അടിമയായിട്ട് തന്നെ കുറച്ചു മുമ്പേ പറയുണ്ടായി ഒരു ഡോക്ടറുടെ കീഴിൽ വർക്ക് ചെയ്യുന്നത്. പക്ഷെ ഒരിക്കലും ഞാൻ അങ്ങനെ കൺസിഡർ ചെയ്യുന്നില്ല. ഒരു ഡോക്ടറിന്റെ കീഴിലല്ല, ഡോക്ടറല്ല പേ ചെയ്യുന്നത്. ജോലിയാണ് ഇത്. സെപ്പറേറ്റ് പ്രൊഫഷനാണ് നഴ്സിംഗ്. ഒരിക്കലും അത് ഡോക്ടറിന്റെ അണ്ടറിലുള്ള ഒരു വർക്കല്ല. ഡോക്ടറിന്റെ പാർട്ട് ചെയ്യുന്നു, നേഴ്സിന്റെ പാർട്ട് ചെയ്യുന്നു. ഡോക്ടർ വന്ന് തീരുമാനിക്കുന്നു. ഇതൊക്കെ വന്നു തുടങ്ങിയ മെയിൽ നേഴ്സ് വന്നതിന് ശേഷമാണ്. അല്ല, അതിനു മുമ്പ് ഉണ്ടായിരുന്നു. പക്ഷേ സംസാരം ഉണ്ടായതിനു ശേഷം. വേറൊരു ടിപ്പിക്കൽ എക്സാമ്പിൾ പറയാനുണ്ട്. ഞാൻ മംഗലാപുരത്ത് ഒരു ഹോസ്പിറ്റലിൽ പോയപ്പോൾ ചെന്ന് കയറുന്നിടത്തൊരു ബോർഡ്, നേഴ്സുമാർക്കും ആയമാർക്കും പണമോ പാരിതോഷികങ്ങളോ ഒന്നും നൽകരുത്. അഥവാ അവരാവശ്യപ്പെട്ടാൽ മാനേജ്മെന്റിൽ റിപ്പോർട്ട് ചെയ്യുക. അത് 4 ഭാഷയിൽ, മലയാളം, കന്നഡ, ഇംഗ്ലീഷ്. ഡോക്ടർക്ക് കൊടുക്കാം. ഡോക്ടർമാരുടെ അവർക്ക് വിഷയമല്ല, നേഴ്സുമാർക്കും ആയമാർക്കും. അഥവാ അവർ ചോദിക്കുകയാണെങ്കിൽ ഇത് ഊന്നി പറഞ്ഞിട്ടുണ്ട്. അതുപോലുള്ള ഡിസ്ക്രിമിനേഷൻ നാട്ടിൽ നടക്കുന്നത്. ആ ഒരു കാരണം കൊണ്ട് ആ ഹോസ്പിറ്റലിൽ ഞാൻ അപ്ലൈ ചെയ്ത പോലില്ല. നേഴ്സുമാർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിലെനിക്ക് തോന്നുന്നത് ഇപ്പോൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന, പ്രത്യേകിച്ച് സ്റ്റുഡൻറ് വിസയിൽ വരുന്ന കുട്ടികൾ ഒത്തിരിയും ദുരിതങ്ങൾ ഇവിടെ വന്ന് അനുഭവിക്കുന്നുണ്ട്. നമ്മുടെ കൺമുൻപിൽ തന്നെ എല്ലാവരും കാണുന്നുമുണ്ട്. പക്ഷെങ്കിൽ അതിപ്പം നമ്മുടെ ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആയ കുട്ടികളോടോ പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല. എല്ലാവർക്കും എങ്ങനെയെങ്കിലും ഒന്ന് UK എത്തിച്ചേരണം. ഓക്കെ, നിങ്ങളൊക്കെ രക്ഷപ്പെട്ടു, ഇനി നിങ്ങൾ ഞങ്ങളെ രക്ഷപ്പെടുത്തണ്ടേ, ഒരു വിസ അയച്ചു തരൂ എന്നൊക്കെ പറഞ്ഞ് പ്രഷറൈസ് ചെയ്യാണ്. പ്രശ്നം ഉണ്ടെങ്കിലും ഈ വരുന്നവരാരും തിരിച്ചുപോയി കാണുന്നില്ലല്ലോ. എല്ലാവരും ഇവിടെ വന്ന് എല്ലാവരും ഭയങ്കരമായിട്ട് പൈസ ഉണ്ടാക്കുന്നു, എല്ലാവരും നല്ല ഇതാണ്. അങ്ങനെയാണ് ഈ ഏജൻസി വഴി പോയി എല്ലാവരും പൈസ കൊടുക്കും. ഇപ്പം എത്ര ചോദിച്ചാലും 10 ലക്ഷം അല്ല 20 ലക്ഷം 50 ലക്ഷം വേണേൽ കൊടുത്തിട്ടും ആൾക്കാർ ഒരു വിസ, അതിപ്പോൾ എന്ത് വിസയാണെന്നൊന്നും ആൾക്കാർ നോക്കുന്നില്ല. എങ്ങനെയാലും ചാടി കയറി ഒന്ന് വരണം, UK-ലെത്തുക. ഇവിടെ വന്നിട്ട് മുൻപിൽ എന്താ ഒരു ജോലി കിട്ടുമോ, അവർക്ക് അക്കോമഡേഷൻ എങ്ങനെയാണ്, അതിനുള്ള പൈസ എങ്ങനെ കിട്ടും? സ്റ്റുഡന്റ് വിസയിൽ വരുന്നു എന്ന് പറയുന്നത്, ഇപ്പോഴത്തെ സ്റ്റുഡന്റ് വിസയിൽ വരുന്നവർക്ക് നോ വർക്ക് എന്ന് ക്ലിയർ ആയിട്ട് അടിച്ചു കൊടുത്തിട്ടാണ് വിസ കൊടുക്കുന്നത്. അപ്പൊ വിസയിൽ കാണുന്നുണ്ട് നോ വർക്കാണ്, പിന്നെ ഇവിടെ വന്നിട്ട് എനിക്ക് ജോലിയില്ല എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അതില്ല. പക്ഷെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കില്ല. കാരണം ഞങ്ങളും ഞങ്ങളുടെ മുമ്പിലൊക്കെ ഒത്തിരി, ഇപ്പൊ ഞങ്ങളൊക്കെ വന്നത് 2003 വന്നതാണ്. അന്നൊക്കെ ഇത്രയും പ്രശ്നങ്ങളില്ല. അന്ന് ഇത്രയും പ്രശ്നങ്ങളില്ല. അന്ന് എല്ലാവർക്കും വർക്ക് പെർമിറ്റ് ഉണ്ട്. കാരണം ഏജൻസിക്ക് നമ്മൾ പൈസ കൊടുക്കുന്നു.
ഓക്കെ അന്നൊക്കെ 3000 പൗണ്ട് കൊടുത്താൽ ഈസി ആയിട്ട് വരാം. അപ്പോൾ പക്ഷേ നേഴ്സസ് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അഡാപ്റ്റേഷൻ കോഴ്സ് ചെയ്യുക. നേരത്തെ വിദേശത്ത് ജോലി ചെയ്തവർക്കാണെങ്കിൽ 3 months ചെയ്താൽ മതി കോഴ്സ്. നമുക്ക് അത് കഴിഞ്ഞാൽ NMC പ്രകാരം പിൻ നമ്പർ കിട്ടും. നമുക്ക് രജിസ്റ്റേർഡ് നേഴ്സായിട്ട്. അതുകൊണ്ട് പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത് അറിയില്ല. അവരുടെ വിചാരം എല്ലാവരും ഇവിടെ വന്ന് നേഴ്സുമാരായിട്ടാണ് ജോലി ചെയ്യുന്ന ഒരു അഭിപ്രായമാണ് എല്ലാവർക്കും. ഓക്കെ, അവിടെ ഒരു സ്റ്റുഡന്റ് ആണ് ഇരിക്കുമെന്ന് തോന്നുന്നു. സ്റ്റുഡന്റ് ആയിട്ടാണ് വന്നത്. വന്നിട്ട് എത്ര കാലമായി? 6 മാസം. അപ്പൊ എന്തൊക്കെ അനുഭവിച്ചു പറയൂ. ഒരുപാട് അനുഭവിച്ചു. ഇത് നാട്ടിൽ നിന്ന് വരുമ്പോഴേ അറിയാം ഇങ്ങനെ അനുഭവിക്കാൻ തയ്യാറായി തന്നെ വന്നത്? അറിയത്തില്ലായിരുന്നു, ഇവിടെ വന്നാണ് അറിഞ്ഞത്. ഓക്കെ, അപ്പൊ നാട്ടിൽ നിന്ന് എങ്ങനെ ഒരു ഏജൻസി വഴിയാണ്? ഏജൻസി ത്രൂ ആണ് വന്നത്. ഏജൻസി എന്ന് പറഞ്ഞു ഇങ്ങ് വന്നു കഴിഞ്ഞാൽ ജോലിയെല്ലാം അവിടെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അതെ, അങ്ങനെയാണ് അവര് പറഞ്ഞത്. ഒരിടമൊക്കെ നോക്കി വെച്ചിട്ട് വന്നോളൂ എന്ന് പറഞ്ഞു. വാങ്ങാനുള്ള അല്ലേ, അങ്ങനെ തന്നെ പറഞ്ഞു കാണും അല്ലേ? ആഴ്ചയിൽ 35 മണിക്കൂർ വർക്ക് ചെയ്യാം. 35 കഴിഞ്ഞ് വിത്ത് ഹസ്ബൻഡിനെ കൊണ്ടുവരാം, അങ്ങനെയൊക്കെ പറഞ്ഞാണ് അവർ കൊണ്ടുവന്നത്. ഇവിടെ വന്ന് 3 മാസം കഴിഞ്ഞ് ഞാൻ കോളേജിൽ അവരോട് അന്വേഷിച്ചപ്പോൾ പറഞ്ഞു ഹസ്ബൻഡിനെ കൊണ്ടുവരാൻ പറ്റത്തില്ല, അഥവാ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് കോഴ്സ് കഴിഞ്ഞിട്ട് 2 വർഷത്തെ വർക്ക് പെർമിറ്റ് കിട്ടും എന്ന ഉറപ്പിലാണ് അവർ ഇപ്പം പറയുന്നത്. കോഴ്സ് കഴിയുമ്പോൾ അറിയാം എന്താണ് എന്നുള്ളത്. എന്ത് ഹോപ്പാണുള്ളത് നിങ്ങൾക്ക്? ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാൾ അതിനൊരു അഡ്വൈസ് കൊടുക്കുകയാണെങ്കിൽ? ലെവൽ 6 ജൂലൈ 4 ശേഷം വന്ന ചേഞ്ച് പ്രകാരം ഇനി ഒരിക്കലും ഹസ്ബൻഡ്സിന് കൊണ്ടുവരാൻ പറ്റില്ല, വിസ കൊണ്ടുവരാൻ പറ്റില്ല. പിന്നെ ലെവൽ 6 ആയതാൽ തന്നെ ഈ കുട്ടി ഇപ്പോൾ വേറൊരു എക്സ്റ്റൻഷൻ മാക്സിമം ഒരു 2 year കൂടി ഇവർക്ക് കിട്ടുള്ളൂ സ്റ്റുഡന്റ് എന്നുള്ള കാറ്റഗറിയിൽ. പിന്നെ വർക്ക് പെർമിറ്റ് കിട്ടുക എന്നുള്ള പറയുന്നത് സീനിയർ കെയർ അസിസ്റ്റന്റ് എന്നുള്ള പോസ്റ്റ്, ദാറ്റ്സ് നോട്ട് ഇൻ ഷോർട്ടേജ് ഓക്യുപ്പേഷൻ. കെയർ മാനേജർ അത് എളുപ്പമല്ല, 11.43 സാലറി കൊടുത്ത് ആരും കെയർ വയ്ക്കില്ല. അപ്പൊ ഇവരെ സംബന്ധിച്ച് വളരെ പരിമിതമായ ഓപ്ഷൻസ് ഇനിയുള്ളൂ ഇവിടെ മുന്നോട്ട് പോകാനായിട്ട്. പിന്നെ ഈ കെയർ അസിസ്റ്റന്റ് എന്നുള്ള ജോബ് തിരിച്ച് ഷോർട്ടേജ് ഓക്യുപ്പേഷൻ വരികയോ ഇവർക്ക് അത് ആ വർക്ക് പെർമിറ്റ് കിട്ടാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതല്ലെങ്കിൽ NMC പിൻ നമ്പർ 7 എടുത്തിട്ട് ഈ പിൻ നമ്പർ എടുത്തിട്ട് രജിസ്റ്റേർഡ് നേഴ്സായിട്ട് മാറിക്കഴിഞ്ഞാൽ 2013 കഴിഞ്ഞാൽ പിന്നെ BSc നഴ്സിംഗിന് മാത്രമാക്കും തോന്നുന്നു. അതിനു മുമ്പ് അതും മാറിക്കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഓൺലി 2 ഓപ്ഷൻസ്. ഇങ്ങനെ വരുന്ന സ്റ്റുഡൻസുകൾക്കുള്ള നിയമങ്ങൾ വളരെ റാപ്പിഡായിട്ട് മാറിക്കൊണ്ടിരിക്കുകയല്ലേ? അതെ അതെ അതെ. അപ്പൊ ഇതൊന്നും അറിയാതെയാണ് സ്റ്റുഡൻസ് പെട്ടെന്നാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. സ്റ്റുഡൻസിനെ സംബന്ധിച്ച് നോ വർക്ക് പ്രൈവറ്റ് കോളേജുകൾ ഇപ്പോൾ 2012 ഏപ്രിലൂടെ ഏകദേശം 80% കോളേജുകളും എന്താ പറയുക പേരിൽ മാത്രമാവും, ഇല്ലാതാവും. പിന്നെ യൂണിവേഴ്സിറ്റികളും പബ്ലിക് ഫണ്ടഡ് കോളേജുകളും മാത്രമേ ഉള്ളൂ. ഡിസ്കഷൻ ചെയ്യേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ അതിന് ഫണ്ട് റൈസ് ചെയ്യണം, കുറെ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ അതിനേക്കാൾ ഉപരി മോറൽ സൈഡിൽ നഴ്സുമാർ നേരിടുന്ന കുറെ പ്രതിസന്ധികളുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ഈ അടുത്ത് ഞാൻ ഒരു പത്രത്തിൽ വായിച്ചു, നഴ്സുമാരുടെ വേശ്യാവൃത്തിക്ക് പോകുന്നു നിലനിൽപ്പിന് വേണ്ടി സ്റ്റുഡൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്തകൾ വെറുതെ വായിക്കാൻ വേണ്ടി പടച്ചുവിടാണ്. സത്യമാണോ നമുക്കറിയില്ല. അത് ബാംഗ്ലൂർ ഇപ്പൊ നഴ്സിംഗ് പഠിക്കാൻ പോകുന്ന കുട്ടികളെ കുറിച്ച് നാട്ടിൽ അങ്ങനെ വാർത്തകളുണ്ട്. അപ്പൊ ഇതിനെതിരെ ഒന്നും ശബ്ദിക്കാനൊന്നും ആരുമില്ല. ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ? വാർത്ത പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഏതിന്റെ അടിസ്ഥാനത്തിൽ അവർ പബ്ലിഷ് ചെയ്യുമെന്ന് ചോദിക്കാനുള്ള അധികാരമുണ്ട്. അതെ, അതാണ് അത് നമുക്ക് ചോദിക്കാനുള്ള റൈറ്റ് ഇല്ല. അതാണ് ഇവര് പറയേണ്ട ഇത്തരം കാര്യങ്ങളാണ്. അതായത് നമ്മൾ വലിയ കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം ഇവരുടെ യൂണിറ്റി ഉണ്ടാക്കുകയും ഇത്തരം വാർത്തകൾ ഇതിലെത്ര ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അവരെ എങ്ങനെ റീഹാബിലിറ്റേറ്റ് ചെയ്യാന്നുള്ളൊരു ഓപ്ഷൻ കൂടി ഉണ്ട്. ഇല്ലെങ്കിൽ അതിനെതിരെ നിയമപരമായിട്ട് പോകണം. അപ്പൊ അത് വളരെ പച്ചയായിട്ട് വാർത്തകളിൽ എഴുതി വിട്ടിരിക്കുകയാണ്. അങ്ങനെ ചെയ്യുന്നു, ഇന്ന സ്ഥലത്ത് ഇങ്ങനെ ചെയ്തു, അങ്ങനെ ചെയ്തു. ഇതിലൊക്കെ എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ? വെറുതെ ആ ഒരു വർഗത്തെ തന്നെ ഇത് ചെയ്യുന്ന രീതിയിലുള്ള വാർത്തകളും കാര്യങ്ങളും, അതിനെതിരെയൊക്കെയാണ് ശരിക്കും ശബ്ദിക്കേണ്ടത് എന്നാണ്. തീർച്ചയായിട്ടും ഈ ചർച്ച ഇവിടെ അവസാനിക്കുന്നില്ല. ഇതിന്റെ അവസാന ഭാഗം അടുത്തയാഴ്ച ഇതേ സമയം കാണാവുന്നതാണ്.